ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ? ബാ. ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 4 കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിനകത്തിട്ടൊരു 3-4 വിസിലടിക്കാം. അകമൊക്കെ വേവണം അതുകൊണ്ട്. എന്നിട്ട് ചൂടോട് തന്നെ തൊലിയെല്ലാം ഇളക്കി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഒരുപാട് അങ്ങ് കുഴയ്ക്കണ്ട, ഇച്ചിരി കട്ടിയായിട്ട് കിടക്കണം, എന്നാലേ ഒരു കാണത്തുള്ളൂ. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് ഉഴുന്നായിടുന്നത്. ഉഴുന്ന് നന്നായിട്ട് ഒന്ന് നിറം മാറി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്, അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സവാള, അരിഞ്ഞ് വെച്ചിരുന്ന സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ഒന്ന് ചേർത്ത് വഴറ്റി നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടച്ചു വെച്ചിരുന്ന കിഴങ്ങ് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിരിക്കണം ഇരിക്കുന്നത്. ദോശമാവ് എത്രത്തോളം കട്ടി കുറച്ച് പരത്താവോ അത്രത്തോളം കട്ടി കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും നന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് തൂവി കൊടുക്കാം. തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മടക്കിയെടുക്കാം. നമ്മുടെ മസാല ദോശ റെഡിയായി. ഞാൻ കോൺ ഷേപ്പിലും പിന്നെ ഇച്ചിരി ചമ്മന്തി, സാമ്പാർ, പിന്നെ നമ്മുടെ ഉള്ളിച്ചട്നി, 3 ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കിതെല്ലാം ചേർത്തൊന്ന് കഴിച്ച് നോക്കിയാലോ? ചൂടോടെ കഴിക്കണം, അതാ ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയും മസാലയും കൂടെ ഒന്ന് പിച്ചി ഇച്ചിരി സാമ്പാറും ചമ്മന്തിയും നമ്മുടെ ഉള്ളിച്ചട്നിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കുക. സൂപ്പറാട്ടോ. ഇച്ചിരി തേയില വെള്ളം കൂടെ ഉണ്ടെങ്കിൽ കട്ടൻ, സൂപ്പർ. ബൈ, നാളെ കാണാം.